വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പം വെൽക്കം ബാക്ക് ടു മൈ അനദർ കുക്കിംഗ് വ്ളോഗ്. അപ്പം എൻ്റെ ആദ്യത്തെ കഴിഞ്ഞ വ്ളോഗ് കണ്ടല്ലോ, ഒരു എക്സ്ട്രീംലി ഫ്ലോപ്പായിട്ടുള്ള ഒരു നെയ്ച്ചോർ. സോ അതിൻ്റെ മിച്ചമരി ഉണ്ടായിരുന്നു, കൈമ റൈസ്. അപ്പം ഞാനിങ്ങനെ വലിയ വായിൽ പറഞ്ഞു, കഴിഞ്ഞ പ്രാവശ്യത്തെ ഫ്ലോപ്പായല്ലോ, അപ്പോൾ ഇപ്രാവശ്യം ഞാൻ വീണ്ടും ട്രൈ ചെയ്യാം, ഇറ്റ് വിൽ ബി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പം എൻ്റെ വീട്ടുകാർ വലിയ വായിൽ പൂർണ്ണമായിട്ട് ഒരേ സ്വരത്തിൽ പറഞ്ഞു, നോ, ദൈവത്തെ ഓർത്ത് നീ ഉപകാരം ചെയ്തില്ലെങ്കിലും എന്ത് ചെയ്യരുത്, ഉപദ്രവം ചെയ്യരുത്. സോ മിച്ചം കൈമ റൈസ് കൊണ്ട് ഒന്നും ആവാത്തത് കാരണം കുറച്ചും കൂടെ കൈമ റൈസ് വാങ്ങിച്ച് ഇന്നത്തെ കൈമ റൈസും കൊണ്ടുള്ള എന്തോ ഒരു സാധനം ഉണ്ടാക്കുന്നത് എൻ്റെ ഫാദർജിയാണ്. സോ അതിന് പേരിട്ടിട്ടില്ല, ഉണ്ടാക്കി വരുമ്പം പേരിടാം. ഇടാത്തതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ഇത് ഉണ്ടാക്കി വരുമ്പോഴേ അറിയുള്ളൂ ഇത് നെയ്ച്ചോറിൻ്റെ ആണോ, ഫ്രൈഡ് റൈസിൻ്റെ ആണോ, ബിരിയാണിയുടേതാണോ വകഭേദമെന്ന്. ഈ മൂന്നും ചേർന്നിട്ട് ഈ മൂന്ന് ബന്ധത്തിലുള്ള എന്തൊരു സാധനമാണ് പപ്പ ഇന്ന് ഉണ്ടാക്കി വരുന്നത്. ബട്ട് ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, റിസൾട്ട് വിൽ ബി ഡിലീഷ്യസ്. കാരണം എൻ്റെ ഫാദർജിയുടെ കൈപ്പുണ്യം അപാരമാണ്. അതിൻ്റെയും കൂടെ എൻ്റെ കൈപ്പുണ്യം കൊള്ളാം, പക്ഷേ പരീക്ഷണങ്ങൾ എല്ലായ്പ്പോഴും വിജയിക്കാറുണ്ടോ? ഇല്ല. എന്നെ വീണ്ടും ഉണ്ടാക്കാൻ സമ്മതിക്കുന്നില്ല നെയ്ച്ചോറ്, എന്താ ചെയ്യുക? ബട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടാക്കും കേട്ടോ നെയ്ച്ചോറ്. ഫ്ലോപ്പായെന്നും പറഞ്ഞിട്ട് പരാജയപ്പെട്ടെന്ന് പറഞ്ഞിട്ട് എനിക്ക് കരഞ്ഞ് നിലവിളിച്ചിരിക്കാൻ പറ്റത്തില്ല. സോ ഞാൻ റിക്കവർ ചെയ്തിട്ട് വീണ്ടും വരും, അതെൻ്റെ സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഇതിലും ഞാൻ പരാജയപ്പെട്ട് മാറിയിരിക്കത്തില്ല. ഒരു ദിവസം ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ വീഡിയോ എടുക്കും, കൺഫേം. അപ്പോൾ ഇന്നത്തെ എൻ്റെ കുക്കിംഗ് വ്ളോഗിലോട്ട് സ്വാഗതം. കമോൺ, വരൂ, നമുക്ക് സാധനങ്ങളെ പരിചയപ്പെടാം. കൈമ റൈസ്, ചെറിയ കൂടിയിലിരിക്കുന്നതും വലിയ കൂടിയിരിക്കുന്നതും ഒരേപോലത്തെ കൈമ റൈസാണ്. പിന്നെ പൂവ്, ഗ്രാമ്പൂ, കറുവാപ്പട്ട, പിന്നെ നമ്മുടെ റൈസിൻസ്, കാഷ്യൂ, ഏലക്കായി. ഇപ്പം ഇതിൻ്റെയൊക്കെ ക്വാണ്ടിറ്റി എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളത് ഞാൻ വഴിയെ പറഞ്ഞുതരാം. ബിക്കോസ് ഇത് ഞാനല്ലല്ലോ ഉണ്ടാക്കുന്നത് അല്ലേ, അപ്പോൾ നമുക്ക് വഴിയെ പറഞ്ഞുതരാം കേട്ടോ. പിന്നെ കുരുമുളക് എടുക്കുന്നുണ്ട്. കുരുമുളക്, നെയ്യ് നമ്പീഷിൻ്റെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നെയ്യ് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് പരിപാടി തുടങ്ങിയാലോ. അപ്പോൾ സൈഡ് കൂട്ടാൻ വേണ്ടി നമ്മൾ തുണ്ടമീൻ എടുത്തിരിക്കുന്നത്, അതിനെ റോസ്റ്റ് ചെയ്യും. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ ഈ ഒരു കപ്പിനകത്താണ്, ഈ അളവിലാണ് നമ്മൾ അരി എടുക്കുന്നത്. അപ്പം കഴിഞ്ഞ കൂടിനകത്ത് ഒരു 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. ആ അരിനെ നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ആക്കുകയാണ്. 1.5 ഗ്ലാസ് അരി ബെസ്റ്റ്. അരിയൊക്കെ വീഴുന്ന വീഴ്ച കണ്ടോ, അതിനൊന്നും ഗ്ലാസ്സിലോട്ട് വീഴാൻ താല്പര്യമില്ല, നേരെ പാത്രത്തിലോട്ട് വീഴാൻ. പിന്നെ എന്തിനാണ് ആ ഗ്ലാസ് വെച്ചത് ഞാൻ ആലോചിക്കുന്നത്, വെറുതെ. എന്തായാലും അത് 1.5 ഗ്ലാസ് അരി ഉണ്ടായിരുന്നു. പുതിയ കവറിനകത്ത് നിന്ന് നമ്മൾ എത്ര ഗ്ലാസ് അരി എടുക്കും? 1, 2, പോരട്ടെ, 2. അപ്പോൾ 2 + 1.5 എത്രയായി? 3.5. പിന്നെ കുറച്ചും കൂടെ ഒരു 1/2 ഗ്ലാസും കൂടി എടുക്കും. അപ്പോൾ എത്രയായി? കറക്റ്റ് 4 ഗ്ലാസ് അരിയായില്ലേ? അപ്പം 3.5 + 1/2 കൂടെ എടുത്തപ്പോൾ 4 ഗ്ലാസ് അരിയായി. പിന്നെ നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെക്കുവാണ്. കുക്കർ വൻ പരാജയമായത് കാരണം, പിന്നെ കൈമ റൈസും കുക്കറും നമ്മുടെ റേഷ്യോ അങ്ങോട്ട് പിടിക്കുന്നില്ല കാരണം നമ്മൾ വെള്ളം തിളപ്പിക്കാൻ വെക്കുന്ന സമയം കൊണ്ട് നോർമൽ അരി നമ്മൾ വേവിക്കാൻ വെക്കില്ലേ, അതുപോലെ തന്നെ കേട്ടോ വേവിക്കാൻ വെക്കുന്നത്. ആ സമയത്ത് നമ്മളൊരു 3 മുട്ട പുഴുങ്ങിയെടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഇടിച്ചെടുക്കുന്നത് പൂവ്, കറുവാപ്പട്ട, ഗ്രാമ്പു, ഏലം. ഇത് നന്നായിട്ട് പപ്പായുടെ ഒരു ഐഡിയ വെച്ചിട്ട് ഇത് പൊടിച്ചെടുത്തിട്ട് എന്തോ വലിയ പരിപാടിയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, ഇത് വീഡിയോ എടുത്ത് സഹായിക്കും. അതാണ് നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഉപകാരം. ഇപ്പോൾ വെള്ളം ജസ്റ്റ് തിളച്ച് വരുന്നുണ്ട്. പിന്നെ ഈ റൈസിൻസ്, ഈ കാഷ്യൂവും പിന്നെ ഏലക്കായി നമ്മൾ കുറച്ച് ഉപയോഗിക്കുകയുള്ളൂ. ബാക്കി റൈസിൻസും കാഷ്യൂനട്ടും നമ്മൾ തിന്ന് സഹായിക്കണം, അതാണ് നമ്മുടെ കർത്തവ്യം. പപ്പ ഉണ്ടാകും, നമ്മൾ കഴിച്ച് സഹായിക്കണം. പിന്നെ നെയ്യ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ, വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നില്ല, സൺഫ്ലവർ ഓയിലൊന്നും യൂസ് ചെയ്യുന്നില്ല. ജസ്റ്റ് നെയ്യ് നന്നായിട്ട് ചൂടാക്കിയിട്ട് അതിലേക്ക് ഇത്രയും റൈസിൻസും കാഷ്യൂനട്ട്സും മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഇടിച്ച് വെച്ച് നമ്മുടെ സ്പൈസസ് ഉണ്ടല്ലോ, അതും കൂടെ നമ്മൾ നെയ്യിലേക്ക് ആഡ് ചെയ്ത് കൊടുത്ത് വറുത്തെടുക്കുകയാണ് ഫാദർജി ചെയ്തത്. റൈസിൻസും ബാക്കിയെല്ലാം നന്നായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ തീ ഓഫ് ചെയ്തിട്ട് ഇവരെല്ലാം നമ്മൾ സൈഡാക്കും, എന്നുവെച്ചാൽ ഈ പാത്രത്തോട് കൂടിയിട്ട് സൈഡാക്കി വെക്കും. ഈ റൈസിൻസൊക്കെ ഇതുപോലെ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത്രയും സാധനങ്ങൾ എന്താക്കാൻ, ജസ്റ്റ് ഒന്ന്
വറക്കാനല്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ എന്ത് പറ്റും, കരിഞ്ഞു പോകും. കരിഞ്ഞു പോയാൽ എന്ത് പറ്റും, ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റാതെ വരും. നമ്മുടെ മുട്ട വെള്ളം ഇട്ട് ഉപ്പിട്ട് തിളപ്പിച്ച കാരണം അതിൻ്റെ തോടിന് ലേശം ഒരനക്കം തട്ടിയിട്ടില്ല. നമ്മൾ മീൻ റോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഉപ്പ്, കുരുമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ട് നന്നായിട്ട് പുരട്ടി വെച്ചിട്ടുണ്ട്. ഇപ്പം കാണിച്ച പരിപാടി, അതായത് മല്ലിയില, സബോള, പിന്നെ തക്കാളിക്ക, പച്ചമുളക് കീറിയത്, ഇത്രയും റോസ്റ്റിന് വേണ്ടിയിട്ട് അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പം നമ്മുടെ അരി ഗായ്സ് തിളച്ച് മറിഞ്ഞ് വന്നിരിക്കുകയാണ്. ജസ്റ്റ് ഒരു തിളച്ചാൽ മതി. കാരണം കൈമ റൈസിന് അധികം വേവിൻ്റെ ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആ ഒരു എന്താ പറയുക, കൺസിസ്റ്റൻസി കറക്റ്റായിട്ടിരിക്കും. സോ നമുക്ക് ഊറ്റിയെടുക്കാം. കണ്ടോ, ഹർഭജൻ സിങ്ങിനെ പോലെ തിളച്ച് മറിഞ്ഞിരിക്കുന്നു. സോ നമ്മൾ നോർമൽ ചോറ് വെക്കുന്ന പോലെ വെച്ചത് കൊണ്ട് രക്ഷപ്പെട്ടു, ഇല്ലെങ്കിൽ കുഴഞ്ഞിരിക്കേണ്ട വന്നേനെ. സോ ചോറ് നമുക്ക് സൈഡാക്കുന്ന സമയത്ത് ബാക്കി റോസ്റ്റിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഫാദർജി ചെയ്യുന്നുണ്ടായിരുന്നു. എണ്ണ ഒഴിച്ചു കൊടുത്തു, കടുക് പൊട്ടിച്ചു, സബോള ഇട്ട് കൊടുത്തു. എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗൈസ് എന്താ പ്രശ്നം പറ്റുകയെന്നറിയോ, ഓരോന്നിനും ഓരോ വേവാണ്. അണ്ടർസ്റ്റാൻഡ്? അപ്പോൾ നമ്മൾ വാരിക്കോരി എല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്താൽ ഒന്നും അങ്ങോട്ട് വാടി കിട്ടത്തില്ല. ഫസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കഴിഞ്ഞ് സബോള ഇട്ട് കൊടുക്കണം. സബോള നന്നായിട്ടൊന്ന് വഴറ്റി വരുന്ന സമയത്ത് ലേശം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. മനഃപൂർവ്വം, അതേ ഫോഴ്സ്ഫുള്ളി നമ്മൾ സബോള വഴലാൻ വേണ്ടിയിട്ട് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണ്ട. വഴറ്റി വന്നതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഉപ്പ് സോട്ട് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് എന്ത് ചെയ്യാം, പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് തൊട്ട് പിറകിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഇപ്പം കണ്ടില്ല, ഒരു ഭംഗിയുണ്ട് കാണാൻ. എല്ലാം അതിൻ്റെ കൃത്യസമയത്ത് വാടി വരുന്നുമുണ്ട്. തൊട്ട് പിറകെ നമ്മൾ ആരെ ഇട്ട് കൊടുക്കുന്നു, തക്കാളിക്ക് ഇട്ട് കൊടുക്കുന്നു. തക്കാളിക്കും ഇതുപോലെ തന്നെ അധികം എന്താ പറയുക, ഇങ്ങനെ ഇട്ട ഉടനെ നമുക്ക് ഇളക്കി കൊടുക്കണ്ട. തക്കാളിക്ക് കുറച്ച് നിമിഷം അതിന് സമയം കൊടുക്കുക, സ്വന്തമായിട്ടൊന്ന് അതിൻ്റെ ആവിയൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയിട്ട്. സോ ഫൈനലി നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം, ഇതെല്ലാം നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി ഇത്രയും എന്ത് ചെയ്യും, ആഡ് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ മസാല ലേശം ആഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇളക്കി കൊടുത്ത് ഇതാണ് നമ്മുടെ ഫൈനൽ പരുവം. ഇനി നമ്മളെന്താ അറിയാമോ, ഇതെല്ലാം വാടി വന്നതിന് ശേഷം ഇതുപോലെ സ്മാഷ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേനും ഈ മീനിൻ്റെ പുറത്തിങ്ങനെ പെരട്ടി വെക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ നിങ്ങൾ വിചാരിക്കും ഇപ്പം മീൻ എടുത്തിടും അല്ലെങ്കിൽ മുട്ട എടുത്തിടുന്നു, അങ്ങനെയൊന്നുമില്ല കേട്ടോ. നമ്മൾ ഇതിങ്ങനെ ഒരു ഗ്രേവി പോലെ ഉണ്ടാക്കി വെക്കും. കഴിക്കുന്ന സമയത്ത് ഈ സ്മാഷ് ചെയ്ത് നമ്മുടെ ഈ മസാല ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കിയിടും. ഈ സമയത്ത് നമ്മുടെ ചോറൊക്കെ വെന്തു. വേണ്ട, നല്ല മണം കേട്ടോ കൈമ റൈസിൻ്റെ. ഒരു രക്ഷയില്ലാത്ത മണം, എനിക്ക് ഇഷ്ടമാണ് കൈമ റൈസ്. ആഫ്റ്റർ ദാറ്റ് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വച്ചിരിക്കുന്ന മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ മസാല ഐറ്റംസും നമ്മുടെ റൈസിൻസും കാഷ്യൂനട്ടും കൊടുക്കും. അത്രയേ ഉള്ളൂ, ചോറ് റെഡി. നെക്സ്റ്റ് നമ്മൾ മീൻ വറക്കും കേട്ടോ. ഇനിയുള്ള പരിപാടി എന്താ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് നമ്മൾ പപ്പടത്തിൻ്റെ കൂടെയും അച്ചാറിൻ്റെ കൂടെയും മുട്ട സൈഡിൽ ഇരിക്കുന്നതുകൊണ്ട് നമ്മുടെ ആ റോസ്റ്റ് മുട്ടയുടെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം, മീനിൻ്റെ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ കഴിച്ചത് മുട്ടയുടെ കൂടെ ആഡ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും കൂടെ ചെയ്യണേ. ബൈ.